യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ തന്നെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ആ വചനം ഇന്നത്തെ ദിവസത്തേക്ക് നമുക്ക് അനുഗ്രഹമായി മാറുന്നതിനും ദൈവം ഇടയാക്കുന്നതിന് സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം 45-ാം സങ്കീർത്തനം 2-ാം തിരുവചനം. ദൈവം നിന്നെ എന്നേക്കുമായി അനുഗ്രഹിച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ ചൊല്ലി നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം. എന്തിനു വേണ്ടിയാണ് നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ കൈകൂപ്പിയിരിക്കുന്നത്? നീ ചോദിച്ച നിൻ്റെ ആവശ്യങ്ങളുടെ മേൽ, നിൻ്റെ അവസ്ഥയുടെ മേൽ സ്നേഹനിധിയായ ദൈവം, നിൻ്റെ പിതാവായ ദൈവം, നിൻ്റെ ആബാ പിതാവേ, നിന്നെ എന്നേക്കുമായി അനുഗ്രഹിച്ചിരിക്കുന്നു. God is blessed you forever. എത്ര വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മൾ തുള്ളിച്ചാടേണ്ട സമയമായി. ദുഃഖിച്ചുകൊണ്ടോ കരഞ്ഞുകൊണ്ടോ ഇരിക്കേണ്ട സമയമല്ല. നിങ്ങൾ എന്താണോ ദൈവസന്നിധിയിൽ ചോദിച്ചിരുന്നത്, ആ ചോദ്യത്തിന് ഉത്തരമായി സർവശക്തനായ ദൈവം നിന്നെ എന്നേക്കുമായി അനുഗ്രഹിച്ചിരിക്കുന്ന സമയമാണിത്. വിശ്വാസത്തോടെ ഈ വചനം ഏറ്റെടുക്കാം. 45-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം തിരുവചനം. ഈ വചനം ശ്രവിക്കുന്ന എല്ലാ മക്കളും ദൈവവചനം ലോകം മുഴുവനും പടർന്നു പന്തലിക്കുവാനും യേശുവിൻ്റെ സുവിശേഷം ലോകമെങ്ങും എത്തുവാനും വേണ്ടി നമുക്കും ഓരോരുത്തർക്കും ആ സുവിശേഷ വേലയുടെ ഭാഗമായി മാറാം. നിങ്ങൾക്കറിയുന്നവർക്കും ദൈവവചനത്തെക്കുറിച്ച് ദാഹിക്കുന്നവർക്കും യേശുവിനെക്കുറിച്ച് ആഗ്രഹിക്കാൻ ദാഹിക്കുന്നവർക്കും ലോകം മുഴുവനു വേണ്ടി നിങ്ങൾക്ക് ഈ വചനം ഷെയർ ചെയ്യാം. ലക്ഷങ്ങളിലേക്ക്, കോടിക്കണക്കിന് ആൾക്കാരിലേക്ക് ദൈവത്തിൻ്റെ വചനം കടന്നു ചെല്ലട്ടെ. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് നിങ്ങളുടെ മേലുണ്ടാകട്ടെ. നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൻ്റെ ഭാഗമായി ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന മക്കളെയും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് ഒരു നിമിഷം കൊടുക്കാം. അവരെയും ദൈവം എന്നേക്കുമായിട്ട് അനുഗ്രഹിച്ച് ഈശോയുടേതാക്കി മാറ്റട്ടെ. ഈ വചനത്തിൽ വിശ്വസിക്കുന്ന, ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറി എന്ന് കരുതുന്ന എല്ലാവരും മറ്റുള്ളവർക്കും ഇതൊരനുഗ്രഹമായി മാറുവാൻ ഒരു നിമിഷം മറ്റുള്ളവരിലേക്കും ഈ വചനം ഷെയർ ചെയ്യുക. ഈശോയുടെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.